ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിഫ്റ്റ് സഞ്ചാരി. സൺ സിറ്റിയിൽ നിന്ന് ഡൾസ്ട്രോമിലേക്കുള്ള ഞങ്ങളുടെ യാത്രക്കിടയിലാണ് പ്രിട്ടോറിയ പട്ടണം. മനോഹരമായ തീരപ്രദേശങ്ങൾ, പർവ്വതങ്ങൾ, പീഠഭൂമികൾ, മരുഭൂമികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകൾ. നമീബിയ, ബോട്ട്സാന, സിംബാബ്വെ, മൊസാംബിക്, സ്വാസിലാൻഡ്, ലെസോത്തോ എന്നീ രാജ്യങ്ങളുമായി ദക്ഷിണാഫ്രിക്ക അതിർത്തി പങ്കിടുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് 3 തലസ്ഥാന നഗരങ്ങളാണ് ഉള്ളത്. മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് 3 തലസ്ഥാനങ്ങളുള്ളതായി എനിക്കറിവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ജോഹാനസ്ബർഗിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ദൂരെ ഗൗട്ടെങ് പ്രവിശ്യയുടെ വടക്കൻ ഭാഗത്താണ് പ്രിട്ടോറിയ സ്ഥിതി ചെയ്യുന്നത്. 1855 ഊർ ട്രേക്കേഴ്സിന്റെ നേതാവായ മാർട്ടിനസ് പ്രിട്ടോറിയസ് ആണ് പ്രിട്ടോറിയയുടെ സ്ഥാപകൻ. ഇത് പിന്നീട് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ തലസ്ഥാനമായി പ്രിട്ടോറിയയും, നിയമനിർമ്മാണത്തിന്റെ തലസ്ഥാനമായി കേപ്പ് ടൗണും, ജുഡീഷ്യറിയുടെ തലസ്ഥാനമായി ബ്ലൂംഫൊണ്ടൈനും പ്രവർത്തിക്കുന്നു. 11 ഔദ്യോഗിക ഭാഷകളാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത്. അതിൽ ഇസിസുലു, ഇസിക്സ് ഹോസ, ആഫ്രിക്കൻസ്, ഇംഗ്ലീഷ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകൾ. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഇരിപ്പിടവും ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളും വിദേശ രാജ്യങ്ങളുടെ എംബസികളും പ്രിട്ടോറിയയിലാണ് ഉള്ളത്. യൂണിയൻ ബിൽഡിംഗ്സ് സർ ഹെർബർട്ട് ബേക്കറാണ് രൂപകൽപ്പന ചെയ്തത്. ആകർഷകമായ വാസ്തുവിദ്യയ്ക്കും മനോഹരമായ പൂന്തോട്ടത്തിനും പേരുകേട്ടതാണ് യൂണിയൻ കെട്ടിടങ്ങൾ. 1994 ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി നെൽസൺ മണ്ടേലയുടെ സ്ഥാനാരോഹണം ഉൾപ്പെടെ നിരവധി സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളുടെ സ്ഥലമാണ് യൂണിയൻ കെട്ടിടം. ഇവ രാഷ്ട്രീയ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമാണ്. പ്രിട്ടോറിയയുടെ ഏറ്റവും പ്രതീകാത്മകമായ ചിഹ്നങ്ങളിൽ ഒന്നാണ് ജഗരണ്ട മരങ്ങൾ. എല്ലാ വസന്തകാലത്തും ആയിരക്കണക്കിന് മരങ്ങൾ പൂക്കുന്നു, നഗരത്തെ പർപ്പിൾ നിറത്തിൽ മൂടുന്നു. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രിട്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഷ്വാനെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നിവയുൾപ്പെടെ നിരവധി സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഒട്ടനവധി മ്യൂസിയങ്ങളും ഗാലറികളും ചരിത്രപരമായ കെട്ടിടങ്ങളുമുള്ള പ്രിട്ടോറിയയ്ക്ക് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ സുവോളജിക്കൽ ഗാർഡൻസ്, പ്രിട്ടോറിയ നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഊർ ടേക്കർ സ്മാരകം പോലുള്ള വിവിധ സ്മാരകങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ചരിത്രപരമായ വിക്ടോറിയൻ, എഡ്വേരിയൻ കെട്ടിടങ്ങൾ മുതൽ ആധുനിക അമ്പരചുംബികളായ കെട്ടിടങ്ങൾ വരെയുള്ള വാസ്തുവിദ്യാ ശൈലിയുടെ സമന്വയമാണ് ഈ നഗരം. ഇത് നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും കാലക്രമേണയുള്ള വികസനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. വർണ്ണവിവേചന സമരം പോലുള്ള സംഘർഷങ്ങളുടെ ഇരകൾ ഉൾപ്പെടെ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് സംഭാവന നൽകിയവരെ ആദരിക്കുന്ന ഒരു സ്മാരക ഉദ്യാനം, മ്യൂസിയം, ആരാധനാലയം എന്നിവ ഉൾപ്പെടുന്നതാണ് ഫ്രീഡം പാർക്ക്. ആദിവാസിയല്ലാത്ത ഒരുത്തനെ ആദിവാസി വേഷം കെട്ടിച്ച് അവിടെ നിർത്തിയിരിക്കുന്നത് എനിക്ക് അശേഷം ബോധിച്ചില്ല. വേഷം കൊടുത്തു നിർത്തുമ്പോൾ ഒറിജിനലിനോട് എന്തെങ്കിലും ഒരു സാമ്യമുള്ള ഒരുത്തനെയെങ്കിലും നിർത്തണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ചൂടുള്ളതും മഴയുള്ളതുമായ വേനൽക്കാലവും
തണുത്തതും വരണ്ടതുമായ ശൈത്യകാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ കാലാവസ്ഥ ജഗരണ്ട മരങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. വസന്തകാലത്ത് തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാരണം പ്രിട്ടോറിയയുടെ മറ്റൊരു വിളിപ്പേരാണ് ജഗരണ്ട സിറ്റി. മൊത്തത്തിൽ സമ്പന്നമായ ചരിത്ര പശ്ചാത്തലവും രാജ്യത്തിന് കാര്യമായ സാംസ്കാരികവും സാമ്പത്തികവുമായ സംഭാവനകൾ നൽകുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഭരണകേന്ദ്രവും വിദ്യാഭ്യാസ കേന്ദ്രവുമാണ് പ്രിട്ടോറിയ പട്ടണം. മറ്റൊരു പുത്തൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിഫ്റ്റ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.